ഇത് വീടെന്ന് പറയുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന അമ്മയാ. ആ ടയർ മൊത്തം ഞാനും ഇവനും അപ്പനും ചേച്ചിമാരും ഒക്കെ. അപ്പൻ സ്റ്റെപ്പിനെയാ കേട്ടോ. അഞ്ചാറ് കറിയുടെ പേരാണ് അവിയൽ, പായസം. കറി ഏത്? അല്ല, വാഴയിലിട്ട് കഴിക്കുന്ന എല്ലാം കറിയല്ലേ. അപ്പൊ ചോറ. എന്തായാലും ഇവരോട് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളോട് അവർക്ക് അങ്ങനെ ആരോടും താല്പര്യമൊന്നും ഇല്ലെന്നാ പറയുന്നത്. അല്ല, അങ്ങനെയുണ്ട് പെണ്ണുങ്ങളോട്. ജഡ്ജസ് എന്നിപ്പോ പറയുമ്പോ ഇച്ചിരി എന്തുവാ മാർക്കഡായിരിക്കുന്ന അങ്ങനത്തെ പരിപാടിയല്ല അവിടെ. അവര് ഫ്രണ്ട്ലിയാ, നല്ല ഫ്രണ്ട്ലിയാ, എല്ലാവർക്കും അറിയാമല്ലോ. ഇവരിച്ചിലൂടെ വന്ന് നമ്മളിപ്പോ സ്കിറ്റിന് വേണ്ടി വന്ന് നിൽക്കുമ്പോ സംസാരിക്കുന്ന രീതി തന്നെ വേറെ എത്രയോ പരിപാടികളുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ഒരാളെ ഞാൻ ഇവിടെ ഇരുത്തണം. എന്തിനാ ഇവനെ പറഞ്ഞു വിട്, എന്നെ മാത്രം ഇന്റർവ്യൂ. നിഷ്കളങ്കനാന്ന് ഞാൻ വേണം പറയാം. ക്വാളിറ്റി അതല്ല, ടാലന്റ് ആണോ പറയണ്ടത്? ടാലന്റ് എന്ന് പറയാൻ നിനക്ക് എന്തുവാണ് കഴിവുള്ള? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ആർക്കാ ഇവിടെ ഇതിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത്? നിനക്കുണ്ടോ? എനിക്കില്ല. ആ കുട്ടിയെ കൊണ്ടുവന്ന് ഫ്ലോറിലേക്ക് കുളിക്കൂ. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നോണ്ടാന്ന് തോന്നുന്നു, പറയാൻ പേടിയായിരിക്കും ആർക്കെങ്കിലും. ധൈര്യമായിട്ട് വന്നു കേട്ടോ. പച്ച കെവിൻ, പച്ച. കെവിന് ഇഷ്ടമുള്ളത് ഇവിടെ അല്ല, കെവിൻ എന്ത് കോസ്റ്റ്യൂം ഇടാനാണ് കെവിൻ ഇഷ്ടമുള്ളത് ചിലപ്പോൾ അറിയായിരിക്കുമല്ലോ, മോനും അറിയായിരിക്കുമല്ലോ. ഇവന്റെ ഇഷ്ടം ഞാൻ എഴുതണം. സിമ്പിൾ സാധനം. എനിക്കങ്ങ് പറഞ്ഞ പോലെ ഈ കിടന്ന് പുഴുക്കേണ്ട ആവശ്യം. അയ്യോ. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി പോവാം നമുക്കെന്നാ. എല്ലാവർക്കും സ്വാഗതം. പേര് പറയുന്നുണ്ടോ? ഇല്ല. ശ്രീനാഥ് കെ ജനാർദ്ദൻ, ഞാൻ കിങ്ങിണി. അപ്പൊ നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ജാങ്കോ സ്പേസിന്റെ രണ്ടാമത്തെ ഓണം ഇന്റർവ്യൂ ആണ് ഇത്. അപ്പൊ നമുക്ക് പേര് പറയണ്ടേ ഓണം ഇന്റർവ്യൂവിന്റെ? ഞങ്ങളുടെ പേര്, നമ്മുടെ ഓണം പ്രോഗ്രാമിന്റെ പേരും ഇവരുടെ പേരും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ അതങ്ങോട്ട് പറയണം. വെൽക്കം ടു ജാങ്കോ സ്പേസ് പ്രസൻസ് പൊന്നോണം ചിരിയോണം വിത്ത് എവിൻ ആൻഡ് കെവിൻ. അപ്പൊ എന്താണ് ഓണം വിശേഷങ്ങളൊക്കെ? എന്താണ് ഓണം നിങ്ങളുടെ കൂടാണ്. അതാണ് ഏറ്റവും പുതിയ വിശേഷം. നല്ല വിശേഷം, നല്ല തുടക്കമായിരിക്കും. ഇത് നിങ്ങളുടെ ലൈഫിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു കടക്കുക. ഞങ്ങളുടെ കൂടെ ഒരു ഓണം ആഘോഷിക്കാൻ പറ്റാന്ന് പറയുന്നത് അല്ലേ വലിയൊരു. ഒരു ഇന്റർവ്യൂ തുടങ്ങുമ്പോ തന്നെ ആൾക്കാർക്ക് ട്രോളാനുള്ള സാധനങ്ങൾ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അത് അവരായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നപ്പോ ഞാനത് ഏറ്റുപിടിച്ച് അത്രേ ഉള്ളൂ. പടപെടാ അതൊക്കെ മാറ്റിവിടും. പറയൂ, നിങ്ങളുടെ ശരിക്കും ഓണം ഈ വട്ടത്തെ എവിടം വരെ എത്തി നിൽക്കുന്നു? ഓണക്കോടി എടുത്തോ? എന്തൊക്കെയായി? ഓണക്കോടി എടുത്തു. അതാണോ? ഇതല്ല, ഇതല്ലാതെ വേറെ പ്രാവശ്യം ഇതൊക്കെ തന്നെ. എന്നാലും വേറെ എടുത്തു. എത്ര ഓണക്കോടി എടുത്തു? 2. ഈ ഓണക്കോടിയാണോ മറ്റേ 2000 രൂപ കൊണ്ടുപോയി എടുത്ത സാധനം? അല്ലല്ലേ? ഇവര് 2000 രൂപയ്ക്ക് കുറെ ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു 5800 രൂപ ബില്ലൊക്കെ വന്നൊരു കഥയുണ്ടല്ലേ? പോരട്ടെ. അറിയാതെ പറ്റിപ്പോയതാ. ആർക്കാ അബദ്ധം ആർക്കാ പറ്റിയത് നിങ്ങളില്? എനിക്ക് 2 പേർക്കും ഉണ്ട്. എന്നാലും ഇവനാ കൂടുതൽ. 2000 രൂപ നേതൃത്വത്തിൽ ഞാൻ പോയെന്ന് അത്ര ഉള്ളൂ. 2000 രൂപ കൈ വെച്ചോണ്ട് പോയി 5000 രൂപയുടെ സാധനം വാങ്ങിച്ചു. ലാസ്റ്റ് വീട്ടിൽ അപ്പനെ അമ്മയും വിളിക്കണ്ട വന്നു. അങ്ങനെ അപ്പനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്ത് അങ്ങനെ വീണ്ടും 5000 കറക്റ്റ് എനിക്കറിയത്തില്ല. അവിടെ ചെന്നിട്ട് പറയാൻ പറ്റത്തില്ല, ചേട്ടാ എന്റെ ഇത്രേ ഉള്ളൂ, നാണക്കേട്. എന്റെ കയ്യില് 2000 രൂപ ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ലാവിഷായിട്ട് പോയി വാങ്ങിക്കാം. ആദ്യമായിട്ടാണോ ഡ്രസ് എടുക്കാൻ? അല്ല, പക്ഷെ ഞാൻ ഡ്രസ് ഇത് എത്ര ആയും ചോദിച്ചപ്പോ പുള്ളി അതിനിപ്പോ എന്നാ നിങ്ങളല്ലേ കുഴപ്പമില്ല അതിലങ്ങ് വീണു. 2 പാന്റ് എടുത്ത്, 2 ഷർട്ട് എടുത്ത്, 2 ടീഷർട്ട് എടുത്ത്, അങ്ങനെ കുഴപ്പമില്ല നിങ്ങളല്ലേ കുറച്ചു തരാം അങ്ങനെ പറഞ്ഞു. ശരിക്കും കുറച്ചോ? കുറച്ചിട്ട് 5000 കുറച്ചിട്ടാണ് 5000-ലെത്തിയത്. ഇത് ആദ്യത്തെ അബദ്ധമാണോ? ഇതേപോലെ തവത്തതിന് മുമ്പ് പറ്റിയിട്ടുണ്ടോ? ഏയ്
നിങ്ങൾ ആർക്കെങ്കിലും അബദ്ധങ്ങൾ പറ്റാറുണ്ടോ? അതേ ഉള്ളൂ, അതുണ്ട്. അത് എപ്പോഴും അബദ്ധങ്ങള് പറ്റും. ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കാ? മണ്ടത്തരങ്ങൾ കൂടുതൽ സംഭവിക്കാറ് ഇവനാ. അതൊക്കെ ഏറ്റവും വാങ്ങിയ അല്ല, അവൻ മിണ്ടുന്നില്ല, അവനറിയാം അവൻ മണ്ടത്തരം കാണിക്കുന്നത്. നിങ്ങൾ ആര് ഇൻട്രോവേർട്ട് ആരാ ശരിക്കും? അത് ഇവന് ഞാൻ നീയാണല്ലേ എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ട് ഇവനെ വെച്ച് നോക്കുമ്പോ ഇടപെടത്തില്ല. അല്ല, ഞാൻ ഇടപെടും, പയ്യെ ആവത്തുള്ളൂ. ഇടപെട്ട് കഴിയാൻ ഒരു സമയം എടുക്കും. ഇൻട്രോവേർട്ട് എന്നല്ല, ഞങ്ങളെ വെച്ച് ഇവന് ഇച്ചിരി ശയ്യ. ഓ അങ്ങനെ രണ്ടുപേരും വെച്ച് കമ്പയർ. പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മണ്ടത്തരം പറ്റുന്നത് നമുക്ക് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു മണ്ടത്തരം ഉണ്ടാവും. അതെന്താണ്? ഇതുവരെ ഞാനിങ്ങനെ എന്റെ മണ്ടത്തരം ക്രെഡിറ്റ് ആയിട്ട് എടുക്കുക. കെവിൻ മോൻ പറഞ്ഞു. ഏതൊക്കെയാ നിന്റെ ഒന്ന് പറയാമോ? ഞാൻ അങ്ങനെ ഇപ്പൊ ബൂസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു അവക്കാടോടെ മരം ഉണ്ടായിരുന്നു. ഇപ്പം മുറിച്ചു മാറ്റി. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് എൻ്റെ മണ്ട പോയിട്ട് ഒരു ചെറിയൊരു തണ്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ ഒടിച്ചെന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കും അത്. അപ്പം ഇങ്ങനെ വൃത്തികേടാ കാണാം. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് മാത്രം ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം അപ്പം പറഞ്ഞ് ഇവൻ്റെ അടുത്ത് പറഞ്ഞ് അവനിട്ടുള്ള പണി നമുക്ക് പിന്നെ വല്ലതും കൊടുക്കാം, നീ ഒന്ന് പോയി ഒന്ന് പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. ഓക്കെ എന്ന് പറഞ്ഞു. മണ്ട പോയി ഒരു തണ്ട കൈ പിടിച്ചു, കാല് രണ്ടും വേറെ തണ്ട പിടിച്ചു. പിന്നെ ഇത് വലിച്ചോണ്ടിരിക്കുക, ഇത് വരുന്നില്ല. എക്സ്പ്രഷൻ നോക്ക്. അല്ല, ഇവനെങ്ങനെ പറയുന്നത് ഞാൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യത്തുള്ളൂ. കേട്ടിരിക്കാൻ തന്നെ തോന്നുന്നു. ഈ മണ്ടൻ ഇത് പറിച്ചെടുക്കാൻ വേണ്ടിട്ട് രണ്ട് കൈയും കൊണ്ട് എടുത്ത് പറിച്ച് ഉടനെ താഴെ വീണു. താഴെ ഞങ്ങൾക്ക് 2 തട്ടായിട്ടാ വീടിരിക്കുന്നത്. തട്ടെന്ന് പറഞ്ഞാൽ താഴെ വണ്ടി പാർക്ക് ചെയ്യാനും പിന്നെ മേളിൽ ഒരു വേറൊരു തട്ടായിട്ട്. ChatGPT പോലും ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞില്ല. മരം മേളിലായിരിക്കുന്നത്. അവിടുന്ന് തട്ടി തട്ടി നിലത്ത് താഴെ വരെ വീണു. വീടിന് 2 തട്ട. എന്തിനാണ് അതൊക്കെ പറയുന്നത്? നമ്മൾ കേൾക്കുമ്പോഴേ വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പത്തിനല്ലേ. എന്തോ ഭയത്തിനൊന്നും പറ്റിയില്ല ഇവന്. ഒന്നും പറ്റിയില്ല. അല്ല, പറ്റി പേടിയാ. വീട്ടിൽ പറഞ്ഞ 2 ചവിട്ടും കൂടെ അമ്മയടുത്ത് പറഞ്ഞ കണ്ടിട്ടില്ലേ? നിങ്ങൾ മാത്രം? ഇവൻ കണ്ടില്ല, ഞാൻ ഇവൻ ഒറ്റയ്ക്ക്. ഞാൻ വീണിട്ട് ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ നട്ടുച്ചയ്ക്ക് എല്ലാരും കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇവൻ പോയി ചെയ്തത്. ഞാൻ വീണിട്ട് നേരെ ഇവന്റെ അടുത്ത് വന്ന് പറഞ്ഞോടാ, ഞാൻ മരത്തിന്റെ മണ്ടത്ത് പോടാ, എനിക്ക് ഇവിടെ എന്തോ വേദന എടുക്കുന്നടാ. ആ ശരി, അത്രേ ഉള്ളൂ. അല്ല, അമ്മയടുത്ത് പറയാൻ പറ്റൂല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വല്ല മുറിവോ വല്ലതും പറ്റിയെങ്കിലേ പറഞ്ഞു കഴിഞ്ഞാൽ 2 ചവിട്ട് തന്നിട്ട് ചോദിക്കത്തുള്ളൂ എവിടുന്നാടാ പറ്റിയത്. പണ്ടാ കേട്ടോ, പണ്ട. അതുകൊണ്ട് നമ്മൾ മുറിവ് വന്നാലും പറയത്തില്ല. ഇപ്പൊ നല്ല മാറ്റം ഉണ്ടെന്ന്. അല്ല, അപ്പൊ ഇത്രയും വിഷ്വലൈസ് ചെയ്ത് പറഞ്ഞല്ലോ ഇവൻ. നീ അപ്പൊ അതുപോലെ തന്നെയാണോ പറഞ്ഞു കൊടുത്തേ? ഇതുപോലെ ഇപ്പുറത്ത് പിടിച്ചു, അപ്പുറത്തുനിന്ന് വിട്ടുപോയി. അല്ല, ഇത് നമുക്കറിയാലോ നമ്മുടെ വീട്. ഓ അങ്ങനെ. ശരിയാ, ഞാൻ നിനക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അതിങ്ങനൊന്നും അല്ലായിരുന്നു സംഭവം. ഞാൻ സ്ലിപ്പായി വീണതാ, മരത്തിന്റെ കൊണ്ടെന്നല്ല. നീയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അത് ഓടിച്ചപ്പോ പോട്ടെ, വീണു എന്തായാലും കഴിഞ്ഞു. തിരിച്ച് കെവിൻ, പച്ച കെവിൻ. അങ്ങനെയല്ല ഓർത്തിരിക്കാൻ. കെവിന്റെ ഇതുപോലെ ഏതെങ്കിലും മണ്ടത്തരങ്ങൾ പറ്റിയ ഒന്നുമില്ല. പെർഫെക്റ്റ് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ്. ശരിക്കും പഠിത്തത്തില് നിങ്ങൾ ആരാ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്? അങ്ങനെ ചോദിച്ചാ അത് ഭയങ്കര കോമഡി കേട്ടോ. ഓണപ്പരീക്ഷയ്ക്ക് ഇവനാ മാർക്ക് കൂടുതലെങ്കിൽ എനിക്ക് കുറവായിരിക്കും. ക്രിസ്മസിന് എനിക്ക് കൂടുതൽ ഇവന് കുറവാ. അങ്ങനെ ആയിരിക്കും എപ്പോഴും. ഒരു രണ്ടുപേരും ഒരേപോലെ ഏത് മാർക്ക് കൂടുതലാന്നല്ല, ഞങ്ങളെ വെച്ച്. ശരിക്കും നിങ്ങൾ ആവറേജ് സ്റ്റുഡൻസ് ആണോ അതോ അടിപൊളി? ഞങ്ങള് മിഡിൽ ബെഞ്ചാണ്. ഏറ്റവും അവസാനത്തെ പരീക്ഷയ്ക്ക് ഇരുന്ന് കുത്തിയിരുന്ന് അലമ്പല്ല. ഞങ്ങളിങ്ങനെ പോകുന്നോണ്ടൊക്കെ ഞങ്ങൾക്കൊരു ഇത്, അതായത് ക്ലാസ്സിലുള്ളവരൊക്കെ പഠിച്ച് ഞങ്ങളും കൂടെ ഉള്ളു ഇനി പഠിക്കോ. അയ്യോ, അവന്മാരൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാവൂല, വെറുതെ ടെൻഷൻ തരും. ഈ ടീച്ചർമാർ വിളിച്ച് ടെൻഷൻ തരാറുണ്ടോ? ഉണ്ട്. നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നത്? രണ്ടുപേരും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്താണോ പഠിക്കുന്നത്? അടിയാവും. ഡൗട്ട് ചോദിക്കാൻ ചെന്നാൽ അടിയാവും. എന്ത് പറഞ്ഞ അടി ഉണ്ടാവും? നിങ്ങൾക്ക് അറിയത്തില്ലാടാന്നൊക്കെ ചോദിക്കും. ഇതിന്റെ ഇതെന്തുവാന്നറിയാവോ? എടാ അത് ഇങ്ങനാണ്. അങ്ങനല്ല, മറ്റേ രീതിയില. അല്ലടാ ഇത് ഇങ്ങനെ, അല്ലടാ അത് മറ്റേ രീതിയില. പിന്നെ അടിയാവും, പിന്നെ പ്രശ്നമായി, വഴക്കായി. അതാ ഞങ്ങള് അങ്ങനെ ചോദിക്കാൻ ചെല്ലാറില്ല. രണ്ടുപേരും രണ്ടായിട്ടിരുന്ന് പഠിച്ചു. 3 വർഷത്തേക്ക് നിർത്തി വെച്ചേക്കും.
പഠിത്തമാണോ അടിയാണോ? അടി നിർത്താൻ പറ്റൂല. അടി നിർത്താൻ പറ്റില്ല. ഈ ലാസ്റ്റ് അടി എന്നായിരുന്നു? അത് ലാസ്റ്റ് ഇപ്പൊ വരും, ഇത് കഴിയുമ്പോ കാണാം. കഴിയുമ്പോ ഒരു അടി കാണും. കഥ പുറത്ത് കിട്ടാൻ ഒരു അടി ഇപ്പൊ കാണാം. ഓണക്കോടിയൊക്കെ ഇപ്പൊ പൊളിയും. നിങ്ങൾ ശരിക്കും എന്ത് കാര്യത്തിന് നിങ്ങൾ തമ്മിൽ ശരിക്കും വഴക്കുണ്ടാവാറ്? തർക്കം അങ്ങനെ ചെറിയ ചെറിയ കാര്യം, നിസ്സാര കാര്യമായിരിക്കും. ചുമ്മാ തൊട്ടേനും പിടിച്ചേനും അടി ഉണ്ടാക്കിട്ട് പോറാന്നുള്ളതല്ലേ. ആ ശരി, ഇപ്പൊ അടി ഉണ്ടാക്കിയിട്ട് ഇപ്പം കുറച്ച് മെച്ചുവേർഡായി, അങ്ങനെയാണോ? അല്ല, പിന്നെ തിരക്കായതുകൊണ്ടാന്ന് തോന്നുന്നു. അടി ഉണ്ടാക്കാൻ ഒരു ടൈം നോക്കി കിട്ടണില്ല. ചുമ്മാ ഒരു വിഷയം പറഞ്ഞിട്ടായിരിക്കും അടിയാവുന്നത്. ഫ്രീ ടൈം കിട്ടുന്നില്ല. ചേച്ചിമാരായിട്ട് വഴക്കുണ്ടാക്കാറില്ലേ? പണ്ട്. ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ ചേച്ചിമാരില്ല, അടുത്തില്ലല്ലോ. അടുത്ത് പണ്ടക്കാലം ആയിരുന്നു. ഒരുത്തനെ പിടിച്ച് മാറ്റി നിർത്തുമ്പോ അടുത്തവൻ അപ്പുറത്ത്. ഓക്കെ, പോട്ടെ. നിങ്ങൾ ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ഓണം മെമ്മറി എന്താ ഇത്രയും നാളത്തെ? ഞങ്ങള് അത് നല്ല മെമ്മറികളാ. അതായത് ഞങ്ങള് മൊത്തം 8 മക്കളാ. അപ്പന് അപ്പനല്ല, അപ്പച്ചന് അപ്പൂപ്പന് അപ്പന് ഉൾപ്പെടെ 8 മക്കൾ. അപ്പന് 8 മക്കളാ. അപ്പനിത് കാണുമ്പോ ഏതൊക്കെ ഞങ്ങളുടെ അപ്പച്ചന് 8 മക്കളുണ്ട്. കുടുംബ പ്രശ്നം അമ്മച്ചിനെ അറിഞ്ഞോണ്ടല്ല. ഞങ്ങളുടെ അപ്പച്ചന് 8 മക്കളുണ്ട്. അപ്പച്ചൻ ഞങ്ങളുടെ അപ്പന്റെ അപ്പൻ. അപ്പോ അതിലേറ്റവും ഇളയതാണ് ഞങ്ങളുടെ അപ്പൻ. ഞങ്ങള് കുടുംബ വീട്ടിലാണ്. ഹാൻഡിൽ വിത്ത് കെയർ, കുടുംബ പ്രശ്നമാണ്. അയ്യേ. അപ്പൊ ഇവരെല്ലാരും ഓണാവുമ്പോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നല്ല രസാ. 8 മക്കൾ എന്ന് പറയുമ്പോ എത്ര കസിൻസ് ആയിരിക്കും ഞങ്ങൾക്ക്. ഒരുപാട് പേരുണ്ട്. ഒരു കൂട്ടുകുടുംബ ഓണാഘോഷം. അതായത് അപ്പന്റെ പെങ്ങളുമാരൊക്കെ കാണും. കണ്ണ് കെട്ടിട്ട് സുന്ദരിക്ക് പൊട്ടുവിടാനൊക്കെ ഉണ്ട്. അത് ഇതുപോലെ ഒരു വാതലില് സുന്ദരിയെ ഫോട്ടോ വെച്ചിട്ടാ. ഞങ്ങളുടെ ഒരു ആന്റിയെ മുഖം ഇങ്ങനെ കെട്ടിട്ട് അപ്പൻ വാതിലങ്ങ് വിട്ട് അടച്ച് ഒക്കെ ഒട്ടിച്ചെന്നിറങ്ങി കറക്കിട്ട് തുറന്ന അകത്തോട്ട് വിട്ടിട്ട് പോയി. അതിനകത്തോട്ടൊക്കെ പോയി. അങ്ങനത്തെ കുറെ അങ്ങനെ ഓണക്കളികളൊക്കെ ആയിട്ടാണ് പൊതുവെ ഓണം പരിപാടിയൊക്കെ പോവാറ്. നിങ്ങൾക്ക് ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന എന്ത് കാര്യത്തിലാണ്? ഏറ്റവും ഇഷ്ടം? ഇപ്പോഴും അങ്ങനെ എല്ലാരും വരും, എല്ലാ ഓണത്തിനും ഇഷ്ടം. എല്ലാരും വരുമ്പോ ഉള്ളൊരു സന്തോഷം അത് വേറെ. ശരിക്കില്ലേ, നിങ്ങൾ ഇപ്പോ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ഇപ്പൊ അത്യാവശ്യം ആളുകളിലേക്കൊക്കെ എത്തി, ആ ഒരു ഫെയിം കിട്ടിയത് ഏകദേശം എത്ര വർഷം കൊണ്ടാ? അങ്ങനെ ചോദിച്ചാ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 3 പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുന്നത്. അത് ഒരു 5ാം ക്ലാസ് വരെ വേറൊരു പ്രോഗ്രാമിലായിരുന്നു, ഫ്ലവേഴ്സിലായിരുന്നു. അപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 വർഷം ബ്രേക്കായിപ്പോയി. ചിലവർ മറന്നു കാണും ഞങ്ങളെ. പിന്നെയാണ് പമ്പർച്ചിരി വരുന്നത്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം എല്ലാവരും അറിയുന്നു. അത്യാവശ്യം അല്ല, എല്ലാവർക്കും നിങ്ങളെ ഇപ്പൊ അറിയാത്ത ആരാണുള്ള എവിൻ കെവിൻ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോ എത്ര വർഷമായി? 4 വർഷം എന്തായി തോന്നുന്നു. മനോരമ 4 വർഷം. മറ്റേത് മൊത്തം എത്ര ആടാ? ഇതിന്റെ സ്റ്റാർട്ടിങ് പോട്ടെ, പഠിക്കുമ്പോ എന്താ അടി ഉണ്ടാക്കുന്നത്? ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഈ ബെമ്പർച്ചിരിയിലേക്കുള്ള സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ബെമ്പർച്ചിരിയിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്, അതിലുള്ള പരിചയം വെച്ച് കയറിയതാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വന്നതാ. ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ ഞങ്ങളുടെ ഗ്രൂമേഴ്സ് അവിടെ ഉണ്ട്. നേരത്തെ പ്രോഗ്രാമിലെ ഗ്രൂമേഴ്സ് തന്നെ ആയിരുന്നു ബമ്പർച്ചിരിയിലും. അവരിതുപോലെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒന്ന് ബാക്കിയെല്ലാം എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഓഡീഷൻ ചെയ്തു, വീഡിയോ അയച്ചു കൊടുത്തിട്ടൊക്കെ തന്നെ അങ്ങനെ സെലക്ട് ആയി കയറി. ഇപ്പൊ ബെമ്പർച്ചിരിയുടെ രാജാക്കന്മാരായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ബെമ്പർച്ചിരി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളെ ഫസ്റ്റ് ഓർമ്മ വരുന്നത് എവിൻ കെവിൻ. അത്രയും അടിപൊളിയായി പൊക്കോണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏതോ ഒരു വീഡിയോയിലെ, എനിക്ക് ഓർമ്മയില്ല, എന്തോ ഇന്റർവ്യൂവിൽ എന്തോ ആണെന്ന് തോന്നുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കണ്ണ് ചുമക്കുന്ന കാണുമ്പോഴാണ് ഇവൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞായിരുന്നു ഈ സ്റ്റേജിലൊക്കെ വെച്ചിട്ട്. അത് ആരുടെ കണ്ണ് ചോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്? അതുപോലെ വേറെ ഒബ്സർവ് ചെയ്ത കാര്യം എന്താ? വേറെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും പറയാം. വേറെ കണ്ണ് ചുമന്നിരിക്കുന്ന അതുള്ള ഇപ്പോഴും ചെറുതായിട്ടൊന്ന്, അത് ചെറിയൊരു ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ഇല്ല, അത് പറഞ്ഞ പോലെ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ടെൻഷൻ വരും. ഇങ്ങനെ നോക്കി നീ ഒബ്സർവ് ചെയ്യാതെ ഇതുവരെ ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ മതി. നീ ഇപ്പൊ എന്റെ എന്തെങ്കിലും പറ. ഇവന് ചിലയിടത്ത് ഉണ്ടാക്കി ചിരിക്കുക, അത് എനിക്ക് കാണുമ്പോ പിടിയിട്ടും ഇവന്റെ കൂടെ ഇത്ര വർഷം നടന്നോണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഇന്റർവ്യൂ തുടങ്ങി ഇതിന്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് അങ്ങനെ ചിരിച്ചില്ലെന്ന് തോന്നുന്നു. എനിക്ക് തിരിച്ചു പോകണ്ട. ചിലവരൊക്കെ കാണുമ്പോഴേ നമ്മള് മനസ്സിൽ നിന്ന് ചിരിക്കുമ്പോ നമ്മുടെ മുഖം എല്ലാം കൂടെ ചിരി വരും. ചിലവരെ കാണുമ്പോ
ഇവിടെ മാത്രം ഓണം മാത്രം ഇങ്ങനെ ഒരു ശരിയല്ല. ഒന്ന് കാണിച്ചു തരുമോ? ഇപ്പൊ ഇല്ല. ഭാഗ്യം ഇപ്പൊ എന്തായാലും പൊട്ടിച്ചിരിക്കുകയാണ്. സമാധാനം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര നിഷ്കളങ്കമായ ഫേസ് ആണെന്ന് ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ? ഇവന്റെ പണ്ട് എനിക്കിപ്പോ അത് തോന്നി ആ ചിരിയില്. ഇവന്റെ പണ്ട് എത്രയിലാണ് 3-ോ 4-ലോ പഠിക്കുമ്പോ കണക്ക് ടീച്ചർ ഇതന്നെ എന്തോ വഴക്ക് പറഞ്ഞു. ഇവനുടനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു, കണ്ണു മിഴിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. പോട്ടെ. ഹോംവർക്ക് എങ്ങാണ്ടാന്ന്. ഹോംവർക്ക് അല്ല, എന്തോ പരീക്ഷ എന്തോ കിട്ടും. അപ്പൊ ഒരുത്ത എന്റെ നോക്കിയാ എഴുതിയേ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലെന്ന്. എന്റെ നോക്കി എഴുതിയ. ആദ്യമേ ഇവന്റെ വന്ന് ചെക്ക് ചെയ്തത്. എന്നിട്ട് എന്റെ നോക്കിയിട്ട് ടീച്ചർ പറഞ്ഞ് കോപ്പി അടിച്ചാണോന്ന്. ഞാൻ അടിച്ചാണെന്നാണ്. ഭയങ്കരമായിട്ട് പറഞ്ഞു. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് എനിക്ക് മിണ്ടാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ നോക്കിയിരുന്നു. പുള്ളിക്കാരിയാണ് പറഞ്ഞു പോയി നീരി കുഴപ്പമില്ല ഇരിന്നങ്ങ് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ബെമ്പർ ചിരിയിലെ നമ്മുടെ ഷൈൻ ടോം ചേട്ടന്റെ വീഡിയോ ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആണെന്ന് തോന്നുന്നല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തതും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും. ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തിൽ അതുപോലത്തെ സ്കിറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ന ക്യാരക്ടർ ഇന്ന ആൾ ചെയ്യണം, ഇന്നത് ഞാൻ ചെയ്യാം, അത് നിങ്ങളായിട്ട് തീരുമാനിക്കുന്നതാണോ അവർ പറയുന്നതാണോ? ഗ്രൂമേഴ്സ് പറയും. നിങ്ങളിടയ്ക്ക് അതിനൊരു ചർച്ച ഉണ്ടാവാറുണ്ടോ? ഇത് ഞാൻ ചെയ്യാം. അല്ല, ചോദിക്കും ആദ്യമേ അവര്, നിങ്ങൾക്ക് ആർക്ക് ചെയ്യാടാ? അത് ഞങ്ങളോട് പറയും, ഞങ്ങൾക്ക് ആർക്കാ ചേരുന്ന ഏതാ നല്ലതെന്ന് പറയും. അപ്പൊ നീ ചെയ്യുന്നെന്ന് പറയും. നിങ്ങൾ ആരാ അത് ചെയ്തേ? നീ ആയിരുന്നു ഷൈൻ ടോം, മറ്റേ കോടീഷ് അത് ചെയ്തത്. ഓക്കെ ഓക്കെ, അതിപ്പോ മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഗെറ്റപ്പിനും കൂടെ കണ്ടിട്ട് അതില്ലേ മറ്റേ ഇങ്ങനെ വിളിക്കുമ്പോ ഞാനില്ല എനിക്ക് ഷുഗറാ അത് ആ ടൈമിൽ കയ്യിൽ വന്നാണോ? അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ടെൻഷനായി പോയി. അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ സ്പോട്ടിലിട്ടാണ് പെട്ടെന്നിട്ടാ. അതായത് സ്കിറ്റ് ആകെ ഞങ്ങള് ഫ്ലോറിൽ കാണിച്ചിടം വരെ ഉള്ളു സ്ക്രിപ്റ്റ്. ഇവൻ പിന്നെ ഞാൻ ഷൈൻ വരെ സ്ക്രിപ്റ്റ് അല്ല. പറഞ്ഞേക്കുന്ന നീ പുള്ളിയെ പോയി വിളിക്കുക, അവിടെ കൊണ്ടുവരിക, ഷൈൻ ചേട്ടനായിട്ട് ഡാൻസ് കളിക്കുക, ക്ലൈമാക്സ് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ സ്കിറ്റ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവനും പറഞ്ഞു ആ ശരി ചെയ്യാന്ന്. ഇവനപ്പൊ ഞങ്ങളിങ്ങനെ പോയി വിളിക്കുന്ന ഞങ്ങളിതെല്ലാം ചെയ്ത്. അപ്പൊ ഇവൻ നേരെ ഷൈൻ ചേട്ടന്റെ അടുത്തോട്ട് പോയേ. ഷൈൻ ചേട്ടനാണ് തിരിച്ച് മറുപടിയോടെ പറയാൻ തുടങ്ങി, റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോഴേ എനിക്കറിയാം ഇവൻ ഇതുവരെ പോവെന്ന്. ഇവനും ഷൈൻ ചേട്ടനും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ലാസ്റ്റ് ഷൈൻ ചേട്ടൻ ഞാൻ ഫ്ലോറിലോട്ട് വരാൻ വേണ്ടി പോവാ, അപ്പത്തേക്ക് എന്റെ പിടി കിട്ടുപോയി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. എനിക്ക് ഷുഗറാ എന്നുള്ളതൊന്നും ആരും ചിന്തിക്കാത്ത തഗ്ഗ. അതൊക്കെ എവിടുന്ന് വന്നു? ഇതുപോലത്തെ ഇങ്ങനെ സ്പോട്ടിൽ വരുന്ന ഐറ്റംസ് പൊതുവെ വരാറുണ്ടോ സ്കിറ്റില്? ഉണ്ട്, ഇതുപോലത്തെ ഇഷ്ടംപോലെ വരാറുണ്ട്. സ്കിറ്റ് തെറ്റിക്കുമ്പോ വരുന്നേ നമ്മൾ കയ്യിൽ തെന്നി പോകുമ്പോഴേ എന്തേലൊക്കെ പറഞ്ഞ് തിരിച്ച് സ്കിറ്റിലോട്ട് റീവൈൻഡ് ചെയ്ത് കേറണം. പക്ഷെ ഇത് വേറെ ആർക്കും മനസ്സിലാവും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഫ്ലോറില് മഞ്ജു ആന്റി പിടിക്കോ? ചോദിക്കും, അപ്പൊ തന്നെ ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ചോദിക്കോ? ഈ അവിടെ ഇരിക്കുന്ന ജഡ്ജസിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് ആരുടെ കാര്യത്തില? സ്കിറ്റ് കളിക്കുമ്പോ പേടിയാവും. അവരെ ഓർത്ത് ടെൻഷൻ അല്ല. അവര് ജഡ്ജസ് എന്ന് ഇപ്പൊ പറയുമ്പോ ഇച്ചിരി എന്തുവാ മാർക്കിടായിരിക്കുന്ന അങ്ങനത്തെ പരിപാടിയല്ല അവിടെ. അവര് ഫ്രണ്ട്ലിയാവും, നല്ല ഫ്രണ്ട്ലിയാവും. അതെല്ലാവർക്കും അറിയാലോ. പറഞ്ഞു അല്ല അത്രേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇവര് ഫ്രണ്ട്ലി ആണോ പറയും. അങ്ങനെ അല്ല, വേറെ പരിപാടി വെച്ചൊന്ന് നോക്കിയാ പിടി കിട്ടും. കാര്യം ഇവരിച്ചിലൂടെ വന്ന് നമ്മളിപ്പോ സ്കിറ്റിന് വേണ്ടി വന്ന് നിൽക്കുമ്പോ സംസാരിക്കുന്ന രീതി തന്നെ വേറെ എത്രയോ പരിപാടികളുണ്ട്. ഇങ്ങനെ അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ഒരാളെ ഞാൻ ഇവിടെ എടുത്തോ, ഞാൻ ഒരാൾ അങ്ങോട്ട് വരാം, ഒരാൾ ഇങ്ങോട്ട് വരാം. എന്തിനാ എന്നെ മാത്രം ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴേ ഒരെണ്ണം കൊടുക്കാനൊക്കെ തോന്നുന്നു. കൊടുക്കാറുണ്ടോ? അയ്യോ, ദേഷ്യം തീർക്കുന്ന എവിടെ വെച്ചാ? വീട്ടിൽ വെച്ചാണോ ഫ്ലോറിൽ വെച്ചാണോ ഉറക്കത്തിലാണോ? വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി തക്കം കിട്ടുമ്പോ ഇടിക്കാൻ ഇടിക്കാറുണ്ടോ? പിന്നെ ഇടിക്കും. പിന്നെ ഇവ വന്നിങ്ങനെ ചെറിയവേ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തുറന്ന് കേറും. അപ്പൊ അലേക്ക് ഇവന് ഒന്നുകൂടാൻ പറയട്ടെ. അപ്പൊ അവൻ പറയത്തില്ല, അറിയാം. ഒന്നുകൂടാൻ പറഞ്ഞില്ല. പറയാതെ ഞാൻ ഇടിക്കുവാണെങ്കിൽ എന്റെ ഭാഗത്തെ തെറ്റാ, അവൻ എന്നെ ഇങ്ങോട്ട് ഇടിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇടയിലുള്ളൊരിത്. തിരിച്ചത് അങ്ങോട്ട് ഇതെനിക്കറിയാം, ഇടി തരാൻ വേണ്ടിട്ടുള്ള ഇതിലാ. ഇവിടെ വെച്ചൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ക്യാമറ ഒക്കെ ഇരിക്കുകയാണ് കഴിയുമ്പോ
ഇല്ല ഈ കുറച്ച് കഴിയുമ്പത്തേക്ക് ആ ഒരു ഇത് പോകും. ഫ്ലോ എങ്ങ് പോകും, ചൂടോട് കൂടിയിട്ട് അല്ലേ? അപ്പ കൊടുക്കാൻ തോന്നുന്നു, അതേ ഉള്ളൂ. വീട്ടിൽ ആരെങ്കിലും കൂടുതലായിട്ട് പുന്നാരിക്കുന്നുണ്ടോ ആരെങ്കിലും? ആണോ? ഇല്ല, ഇവനാണോ? നിനക്ക് നിഷ്കു മുഖമുള്ളതുകൊണ്ടാ കുഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ മോനെ മാത്രം? ഞാൻ വീട്ടുകാരൊക്കെ പറയുന്ന അനുസരിക്കുന്ന പോലെയാണ്. അങ്ങനല്ല, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇമേജ് മാറി. അധികം അങ്ങനെ നമ്മൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ പറയുമല്ലോ, അത് ഈ പ്രായത്തിൻ്റെ എന്ന് തോന്നുന്നു. അപ്പനും അമ്മ ഇത് ചെയ്യാൻ ഞാൻ ഇത് ചെയ്തോളാം, എനിക്കിതാ ഇഷ്ടം, നമ്മുടേതായ കുറെ ഇഷ്ടങ്ങൾ കാണുമല്ലോ. ഇവൻ ഇഷ്ടം കാണും പക്ഷെ പറയത്തില്ല. നീയാണോ മറ്റേ 18 വയസ്സാവുമ്പം അങ്ങനെ സംഭവമൊക്കെ പറഞ്ഞേ? എന്തോ അത് ചുമ്മാ കല്യാണം കഴിക്കണം ഞാനൊന്നും പറയുന്നില്ല. ഇട്ടതെന്നാണ് കെവിൻ. 18 വയസ്സെന്ന് പറയുന്നത് എന്തോ നീ അതങ്ങനെ എന്തോ 18 വയസ്സാകുമ്പോൾ ആഗ്രഹങ്ങൾ എന്തൊക്കെയോ ആഗ്രഹം ഇപ്പോഴേ പറയാറുണ്ടെന്നൊക്കെ അമ്മ പറയുന്ന കണ്ട ഒരു വീഡിയോക്കകത്ത് നമ്മളത് കണ്ടുപിടിക്കുമല്ലോ. അമ്മ അങ്ങനെ വലുതൊക്കെ പറയും. പലതും പറഞ്ഞത് അതെന്നെ കുറിച്ചായിരിക്കും. ആർക്കാ ഇവിടെ ഇതിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത്? എനിക്കില്ല. സത്യം പറ. ഞങ്ങളുടെ പ്രത്യേകം എന്ന് പറയുമോ, ഞങ്ങള് തപ്പിപ്പോവും, എന്നിട്ട് കണ്ടുപിടിച്ച് ആ കുട്ടിയെ ഫ്ലോറിലേക്ക് കുളിക്കും. ചിലപ്പോ ഞങ്ങൾ വീഡിയോ കോളിൽ കാണിച്ചു തരും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാ ചോദിക്കുന്നത്. പക്ഷെ പിള്ളേരുടെ പുറകിൽ ഒളിക്കാൻ തോന്നുന്നു. ഇനി നമുക്ക് ആ ഒരു ഇതിലേക്ക് കിടക്കാം. ആർക്കാണ് ഗേൾ ഫ്രണ്ട് ഉള്ളത്? ഓക്കെ, അത് ഞങ്ങൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാൻ പോവാണ്. ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്ത ഒരാളെ ഇപ്പൊ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് കാണിക്കും. പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ സെഗ്മെന്റിലേക്ക് പോവില്ല. ഇപ്പൊ പറഞ്ഞാ അങ്ങനെ നോക്കാം. ഞങ്ങൾക്കങ്ങനെ എനിക്കങ്ങനെ ഒന്നും ഞങ്ങൾക്കല്ല, എനിക്കില്ല. അപ്പൊ കെവിനുണ്ട്. ഇല്ല, എനിക്കില്ല. ഉറപ്പാണ്. ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നോണ്ടാന്ന് തോന്നുന്നു. പറയാൻ പേടിയായിരിക്കും ആർക്കെങ്കിലും. നിങ്ങൾക്കും പറയാൻ പേടിയുണ്ടോ? പേടിക്കല്ലേ, ധൈര്യമായിട്ട് വന്നു കേട്ടോ. പച്ച കെവിൻ, പച്ചയല്ല, മനസ്സ് പച്ചയല്ല, മനസ്സ് ഈ കളറാ. അല്ല കാണിക്ക ആരാണ്ട് ഉണ്ടെന്ന് ഞങ്ങൾ ചുമ്മാ കൈന്നിട്ട് അതുകൊണ്ടാണ് ഇല്ലെന്ന് പറഞ്ഞേ. നാച്ചുറൽ ആക്ടിംഗ് അടുത്ത ഇന്റർവ്യൂല് ഞങ്ങൾ ഗേൾ ഫ്രണ്ടിനെ ആക്കി കൊണ്ടുവരാം. അന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. ഉറപ്പായിട്ടും. എന്തായാലും അപ്പൊ ഇവരോട് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളോട് അവർക്ക് അങ്ങനെ ആരോടും താല്പര്യമൊന്നും ഇല്ലെന്നാ പറയുന്നത്. അങ്ങനെയുണ്ട് പെണ്ണുങ്ങളോട്. പ്രേമിക്കാൻ താല്പര്യമുണ്ട് ഇല്ല? യെസ് ഓർ നോ? പിന്നെ അതാർക്കാ താല്പര്യമില്ല? ഇല്ലെന്നല്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അല്ല, ഇനി ഫ്യൂച്ചറിൽ താല്പര്യമുണ്ട്? യെസ്. പിന്നെ അപ്പൊ രണ്ടുപേരോട് ഇഷ്ടമുള്ളവര് മടിച്ചു നിൽക്കാതെ കടന്നു വരും സുഹൃത്തുക്കളെ. നിങ്ങൾ ഈ ട്വിൻസ് ആയതിന്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും എന്താ? ട്വിൻസ് ആയിട്ടുള്ളതിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടുമ്പോ രണ്ടരട്ടി കിട്ടും, പോകുമ്പോ രണ്ടരട്ടി നഷ്ടവും. ലാഭവും നഷ്ടമുണ്ട്. കിട്ടുമ്പോ ഉദ്ദേശിച്ചത് എങ്ങനെയാ? ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും വരുന്നതാണോ? ഗിഫ്റ്റ് ആണേലും ശരിയാണല്ലോ, അങ്ങനെ വലിയ ഇതില്ല. എന്തുവാ പറയുന്നത്, ഇരട്ടയായോണ്ടാ ഇവിടെ വരെ എത്തിയത് അല്ലേ? അല്ല, ലാഭം എന്ന് പറയാൻ എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടുന്നുണ്ട്. എടാ നിന്റെ അല്ലടാ, ഇരട്ടയുടെ കാര്യമാണ്. ഇരട്ട ആയതുകൊണ്ട് അത് ഗുണവും ദോഷവും ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോ ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. എന്താ ഇപ്പൊ ഇരട്ടി അല്ലല്ലോ, അല്ല എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെ വീട്ടിലിരട്ടി കിട്ടുന്നുണ്ടോ? അപ്പനും അമ്മയാണോ ഷർട്ടും പാൻറ്റും ഇടുന്നത്? രണ്ട് അല്ലല്ലേ, എനിക്ക് കിട്ടാനുള്ള ഉടുപ്പ് കിട്ടുന്നുണ്ടോ? ഞാൻ ചോദിച്ചു പോയി, അറിയാം. അല്ല ഞാനത് പറയട്ടെ. ഞങ്ങളിപ്പോ പരിപാടി ചെയ്യുമ്പോ ബമ്പർ അടിക്കുമല്ലോ, ബമ്പർ അടിക്കുമ്പോ 50,000 രൂപ. ഞങ്ങൾക്കിപ്പോ ടാക്സ് എല്ലാം പോയി അങ്ങനത്തെ കാര്യങ്ങൾ 35,000 കിട്ടുന്നത്. ഇപ്പൊ രണ്ടുപേര് വേറെ വേറെ ആൾക്കാർ വന്ന് ചെയ്യുമ്പോ ഷെയർ ആയി പോയി. ഞങ്ങൾക്ക് ഒറ്റ വീട്ടിൽ കിട്ടും.
ലാഭമല്ലേ 35,000 ബാക്കിയുള്ളവരെ വെച്ച് ബാക്കിയുള്ളവരെ വെച്ച് അങ്ങനെ നഷ്ടം വരുമ്പോ ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ചെലവ് പോകുമ്പോ രണ്ടുപേരുള്ളതുകൊണ്ട് ഒത്തിരി ചെലവാകും, ചെലവ് ഒത്തിരി ആവും. അങ്ങനെ ഓക്കെ ക്ലിയർ ആയി. അയ്യോ ആ ഇടിഞ്ഞ് എന്നെ ഓങ്ങിയാണോ കൊടുത്തത്? ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇടിക്കും. അത് നല്ല ചോദ്യമായിരുന്നു, പക്ഷെ റൂട്ട് മാറ്റിയിട്ടെ. ക്ലിയർ ആയി, എല്ലാം ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമുക്കൊരു കുഞ്ഞു ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള കോസ്റ്റ്യൂം. കെവിന് ഇഷ്ടമുള്ളത് ഇവിടെ അല്ല, കെവിൻ എന്ത് കോസ്റ്റ്യൂം ഇടാനാണ് കെവിൻ ഇഷ്ടമുള്ളത് ചിലപ്പോ അറിയായിരിക്കുമല്ലോ, മോനും അറിയായിരിക്കുമല്ലോ. ഇവന്റെ ഇഷ്ടം ഞാൻ എഴുതണം. സിമ്പിൾ സാധനം. പറഞ്ഞപ്പോലെ ഈ കിടന്ന് പുഴുക്കേണ്ട ആവശ്യം. അയ്യോ ഞാൻ തള്ളിച്ചു പോയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞാ ഇഷ്ടമുള്ള കോസ്റ്റ്യൂം. ഷർട്ടും മുണ്ടും ആകാം, ജീൻസും ഷർട്ടും ആകാം. പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ്യൂം കുറയില്ലേ, പറഞ്ഞു കൊടുക്ക്. പല ടൈപ്പ് ഡ്രസ്സുകൾ നിങ്ങൾ ഇടാറുണ്ടല്ലോ. കെവിന്റെ സിമ്പിൾ ആട്ടോ, കെവിന്റെ ഫേവറേറ്റ് കളറും എവിന്റെ ഫേവറേറ്റ് കളറും ബോത്ത് രണ്ടുപേർക്കും അറിയായിരിക്കുമല്ലോ എന്തായാലും. ഞാൻ അവന്റെ എഴുതണം. അതെ അതെ അതെ. അടുത്തത് കോമൺ ക്വസ്റ്റ്യൻ ആണ്, വെരി കോമൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിവസങ്ങളുണ്ടല്ലോ, അതൊന്നും എഴുതുക. ഓർഡർ കറക്റ്റ് ആണ്. ഓർഡർ കറക്റ്റ് ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിയാൽ മതി. 10 കിട്ടിയില്ലെങ്കിൽ 5 ആയാലും മതി. 5 6 ഏറ്റവും കൂടുതൽ എഴുതുന്ന ആൾക്ക് പോയിന്റ് തരാം. അടുത്ത ശരിക്കും സിമ്പിൾ ആട്ടോ. നമ്മള് ഓണത്തിന് അത്തപ്പൂ ഇടുമല്ലോ, അത്തപ്പൂവിന് ഇടാൻ ഉപയോഗിക്കുന്ന ഒരു 5 പൂവിന്റെ പേര്. നാടൻ പൂക്കൾ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയുള്ള ഈ മുക്കുറ്റി പോലത്തെ എക്സാമ്പിൾ മുക്കുറ്റി ഒഴിവാക്കണം. വേണ്ട, കിടന്നോട്ടെ. അയ്യോ ഇപ്പോഴൊക്കെ തല കുറയണം കത്തിയെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സദ്യ ഇഷ്ടമാണോ? പിന്നെ സദ്യയിലുള്ള 10 കറികളുടെ പേര്. 30 സെക്കൻഡ് ഉള്ളോട്ടെ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ 30 സെക്കൻഡ്. മണിക്കുട്ടി ഓടി തുടങ്ങി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പറഞ്ഞ കറികളിൽ ഏത് കറിയാണ് കെവിൻ ഇഷ്ടം, ഏത് കറിയാണ് എവിൻ ഇഷ്ടം? അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് എഴുതണം. കറി എല്ലാം കൂടെ നോക്കുമ്പോ സാമ്പാർ ആയിരിക്കും. എഴുതാനായിരുന്നു. അയ്യോ ഞാൻ എന്നെ മണ്ടനാ. അപ്പൊ എന്നെ ആ ചോദ്യം ഇല്ല. ആ ചോദ്യം വേണ്ട, ആ ചോദ്യം ഞാൻ കളഞ്ഞു. പകരം വേറെ ചോദ്യം ചോദിക്കാം. എനിക്ക് എന്ത് ഇഷ്ടമുള്ളത്? ആ പറ, കെവിൻ എന്താ ഇഷ്ടം? കണ്ണി കണ്ട ഞാൻ പറഞ്ഞില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. മറ്റേ ക്വസ്റ്റ്യൻ നമുക്ക് റദ്ദായപ്പോൾ ഞാൻ പകരം വേറെ ചോദിക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചോദിച്ചില്ലേ മറ്റേ അത്തം മുതൽ തിരുവോണം വരെ ചോദിച്ചല്ലോ. തിരുവോണത്തിന് തൊട്ട് തലേ ദിവസമുള്ള ദിവസം ഏതാ? പറയരുത്, എഴുതണം. ഇനി രണ്ടുപേരും ഫേവറേറ്റ് ആക്ടേഴ്സിന്റെ പേര് എഴുതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കട്ടെ. ഏറ്റവും പേടി എന്തിനോടാണ്? അയ്യോ എഴുതാൻ സ്ഥലമില്ല. എഴുതാൻ ഒരു വെള്ളപ്പേപ്പർ മുഴുവൻ അവർ എഴുതിയോ? മറ്റേ 10 നോക്കില്ലേ, അതാണ്. കഴിഞ്ഞു, നമുക്കിനി റിസൾട്ട് നോക്കാം. ആരുടെ വായിക്കണോ? അത് കുഴപ്പമില്ല. എന്തിനാ നമ്മുടെ ബുദ്ധിയില്ലായ്മ? പേടിക്കണ്ട, എനിക്ക് അത്രയും പോലും അറിയത്തില്ല. ഞാൻ മാർക്ക് ഇടുക. നമ്മൾ ഫസ്റ്റ് ചോദിച്ചത് എല്ലാം കെവിന്റെ ആണ്. അല്ല കെവിന്റെ ഇഷ്ടമാണ്. ചിലതൊക്കെ കോമൺ. അത് ഞങ്ങൾക്ക് മാറ്റി പറയാം. അപ്പൊ കെവിന് ഏറ്റവും ഇഷ്ടം, ഏറ്റവും കൂടുതൽ നേരത്തെ ഇഷ്ടമുള്ള ഡ്രസ് ഏതാണെന്നുള്ളായിരുന്നു ക്വസ്റ്റ്യൻ. ആണോ? പറഞ്ഞ അപ്പൊ അവനാണെന്ന് അവൻ സത്യസന്ധമായിട്ട് പറയുമല്ലോ. നമ്മുടെ ജിൻസി അതിനകത്തൊരു ചൂരിലുണ്ട്. കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ, പഴയ ഓർമ്മയിലൊന്നും എത്തിക്കല്ലേ. ഓക്കെ ഓക്കെ, അല്ല നിങ്ങൾ ഇവർ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. കാര്യം നമ്മൾ പറയുന്ന ആണോ പറയാലോ. എന്തൊരു ആത്മാർത്ഥതയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഷർട്ടും പാന്റും ശരിയാണോ? ശരിയാണോ? ശരിയാണേലും ആണോ അല്ലയോ? ശരിയാണ്. ഓക്കെ, എന്റെ പറ. എന്നിട്ട് ഇത് ചെറിയ തെറ്റിച്ചെഴുതി, ഞാൻ പിന്നെ ആലോചിച്ചെഴുതിയുണ്ട്. പറ. പാന്റും ബാഗി പാന്റും 5 സ്ലീവ് ടീഷർട്ടും. ചെറുത് മതിട്ടാ, അവൻ തിരിച്ചു തരുവേ. ഒരു മാർക്ക് കൂടെ ചോദിച്ചു. അടുത്തത് കെവിന്റെ ഫേവറേറ്റ് കളർ പറയും. റെഡ്. മോനെ. ഓക്കെ, എവിന്റെ നീല. കറക്റ്റ്, ഒരു പോയിന്റ്. ഇനിയാണ് കോമൺ. ചൂരില്ല
അല്ല അത് പെട്ടെന്ന് കിട്ടൂല. ഒരെണ്ണം തെറ്റി ചെയ്യുന്ന ഒരു അടി, അപ്പൊ 10 അടി. ഓക്കെ, കൊള്ളാം, എനിക്ക് ഇഷ്ടം അത്. അത്തം തൊട്ട് തിരുവോണം വരെ പറയാനാ പറഞ്ഞേക്കുന്നത്. അതെ, അത്തം തൊട്ട് തിരുവോണം, അത്തം തിരുവോണം എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്, ബാക്കിയൊക്കെ വരാം. അതൊക്കെ നമ്മുടെ മോൻ. പറ. എനിക്ക് വയ്യ. സെയിം സാധനം, അത്തം മുതൽ തിരുവോണം വരെ അതേപോലെ ബ്ലാങ്കറ്റ് വെച്ചിട്ട് ഉടായ്പ. എനിക്ക് മനസ്സിലായി. മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചപ്പം അവിടെ നിന്ന് ഉത്രാടം കൊണ്ട് ഇവിടെ അയ്യോ മണ്ണ, എടാ മണ്ണ കിടാപ്പി, ഒരു വര ഇട്ടിട്ട് അതിന്റെ അല്ല ഞാൻ ആദ്യമേ 10 എണ്ണം കിട്ടാൻ വേണ്ടിട്ട് വരച്ചു വെച്ചിട്ട് എഴുതിയ. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് കിട്ടിയപ്പോ എഴുതി വെച്ചല്ലേ? ഇത് ഞാൻ എഴുതി നേരത്തെ എഴുതിയ. ഓക്കെ, എന്തായാലും ഉണ്ട്, കിട്ടിയില്ല ഈ സമയത്ത്. ഒരെണ്ണം അധികം കിട്ടിയിരുന്നല്ലേ? ഒരു 1/2 മാർക്ക് കൊടുത്തേക്കും, കുഴപ്പമില്ല. ചതയവും കൂടെ എഴുതി വെച്ചോ. ഇനി പറ്റത്തില്ല, തോറ്റു. അപ്പൊ ഒരു കുഞ്ഞു കൊട്ട് കൊടുത്തേക്ക്. ആർക്കാ? ഇവന് 1/2 മാർക്ക് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 മാർക്കാണ്. പൂക്കളുടെ പേരട്ടോ ഞാൻ വായിക്കട്ടെ. ചെത്തി, മുക്കുറ്റി, ജമന്തി, മന്ദാരം, പിച്ചകപ്പൂവ്. നീ മറ്റേ സത്യം പറ, മറ്റേ പാട്ടല്ലേ? ചെത്തി മന്ദാരം പിച്ചകൊക്കെ എവിടെ ഇരിക്കുന്നു? പേര് കിട്ടുന്നില്ല പെട്ടെന്ന്. മറ്റേ കരിക്കിലെ പാട്ട് ചെത്തി മന്ദാരപ്പൂ. പക്ഷെ പേടിക്കണ്ട, എന്താന്നറിയോ? കൂട്ടുണ്ട്. അടുത്ത ആൾ ഉത്തരം വായിക്കാം. ചെത്തി, മന്ദാരം, പിച്ചകം, മുക്കുറ്റി, ജമന്തി. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരേപോലെ ചിന്തിക്കുന്നത്? രണ്ടുപേരും സെയിം ടു സെയിം. അതെന്നാന്നറിയ ഇത്ര വർഷം ഒരുമിച്ച് ഈ സെയിം പാട്ട് തന്നെയാണോ ആലോചിച്ച് എഴുതിയപ്പോ? അല്ല, പാട്ട് എനിക്കറിയാം ഇവൻ അത് ആലോചിക്കുന്നത്. അതുകൊണ്ട് സെയിം പാട്ടിന്റെ തുടക്കം മാത്രം ആലോചിച്ചിട്ട് ബാക്കി വേറെ എഴുതി. തെറ്റാണ്. ചെത്തി, മുക്കുറ്റി, ഓക്കെ. ജമന്തി ജമന്തിക്കും കൊടുത്തേക്കാം. അങ്ങനൊന്നും ഇല്ല, ഇഷ്ടമുള്ള ഓക്കെ, പോട്ടെ. കരുണുണ്ട്. നീ എന്നെ അങ്ങനെ പറയല്ലേ. 5th ക്വസ്റ്റ്യൻ, മറ്റേ സദ്യയിലെ കറികളുടെ ഇഷ്ടപ്പെട്ട കറിയല്ല ക്വസ്റ്റ്യൻ. 5-6 കറിയുടെ പേര് അതായിരുന്നു. ഇവനെ തല്ലി കൊല്ലും ഞാൻ. 5-6 കറിയുടെ പേരാണ്. അവിയൽ, പായസം. എന്നാണ് അല്ല, വാഴയിലിട്ട് കഴിക്കുന്നെല്ലാം കറിയല്ലേ? അപ്പൊ ചോറ, പപ്പടം, പഴം, പപ്പടം, വാഴ തട്ടുന്നില്ലല്ലോ, ചോറിന്റെ കൊണ്ടല്ലേ. അല്ല, ഇതിന് കൂടുതൽ മാർക്ക് ആർക്ക് കിട്ടുന്ന അവർക്ക് തല്ലാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, പറ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അവിയല്, പായസം, അത് വേണ്ട. പായസം കൊടുക്കില്ല. കാളൻ, കിച്ചടി, പച്ചടി. 4 മാർക്ക്. കെവിന്റെ ഉത്തരം അവിയൽ, സാമ്പാർ, മോര്, തോരൻ, കിച്ചടി. 5 പോയിന്റ്. 5 പോയിന്റ്. അതിസാഹസികമായി. പിന്നെ ഇതാണോ ഒഴിച്ച് ഒഴിച്ച് കറി മോര് തക്കണതോ? നക്കല്ല കുടി. ചോറ് കൊടുക്ക്. എന്റെ വില കളയാതെ, എന്റെ വില കളയാതെ അടിക്കണം. കണ്ണ് കണ്ടിട്ടാണ് സ്നേഹം കണ്ടോ? സ്നേഹം കൊടുത്തേക്കാം. ഓക്കെ. തിരുവോണത്തിന്റെ തലേ ദിവസത്തെ പറയുന്ന പേര് അവിട്ടം. ഏഷ്യാനെറ്റിലെ അവിട്ടം ദിനത്തിലെ പക്ഷെ ശരിക്കും അത് ഉത്രാടമാണ്. പറഞ്ഞു കൊടുക്ക എങ്ങനെയാ? പ്രത്യേക പരിപാടി ഇത്ര നാളായിട്ട് ഉത്രാടം. ഓ, നിങ്ങളിത് കാണുക. ഉത്രാടം ഇങ്ങനെ പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ കിട്ടത്തില്ലേ. കൊടുത്തോ? ചെറുത് വിഷമായി സംഭവിച്ചു. ഓക്കെ, കെവിന്റെ ഇഷ്ടപ്പെട്ട നടൻ ബേസിൽ ജോസഫ് ആണോ? അയ്യോടാ, സോറിയടാ. വായിച്ചു. ഇഷ്ടപ്പെട്ട നടൻ ആരാ? പറഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ചോദിച്ചാ ഞാൻ അങ്ങ് ടോപ്പ് ലെവലിൽ ചിന്തിച്ചു. നീ പറ, ആരാ ഇഷ്ടപ്പെട്ട നടൻ ആരാ? ഇവൻ പറഞ്ഞ ആളെ കിട്ടി, പക്ഷെ എനിക്കിപ്പോ ഒരു അടി കൊടുക്കണം. വിജയ് അതെ, ശരിക്കും ആരാ? എനിക്ക് ബേസിലേട്ടനെ ഇഷ്ടാ, ധ്യാൻ ചേട്ടനെ ഇഷ്ടാ. അപ്പൊ കൊടുത്തോ? എടാ വിജയ് എഴുതിയില്ല. നേരത്തെ 2-3 പറഞ്ഞ ആളെ കിട്ടി, പക്ഷെ എനിക്ക് അടി കൊടുക്കണം. ഇതെന്താ നമ്മൾ ലാസ്റ്റ് എന്താ ചോദിച്ചത്? പേടി എന്തിനോടാണ്? അത് കുഴപ്പമില്ലടാ, അത് കുഴപ്പമില്ല. എനിക്ക് വായിക്കാൻ അറിയാത്തോണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കും. ശരിക്കും ഇങ്ങനല്ലേ എഴുതുന്നത്? എനിക്കും അറിയത്തില്ല കേട്ടോ. കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ പേടി എന്തിനോടാണെന്ന് അത് ഇവരോട് തന്നെ ചോദിക്കാം. എന്തിനോട് പേടി? ഇനി ഉത്തരം ഞാൻ പറയാവേ. പറ. എട്ടുകാരി. സെയിം, രണ്ടുപേരും സെയിം ആണോ? അപ്പൊ നമ്മൾ ബ്ലൈൻഡ് ടെസ്റ്റിൽ എട്ടുകാരിനെ മാറ്റേണ്ടി വരും. ബ്ലൈൻഡ് ടെസ്റ്റിൽ എട്ടുകാരി വെച്ച കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. വലിയ സ്പൈഡർ
കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത്രയും മിനിറ്റ് നീ എവിടെ കിടക്കണേ? കൈ ഇങ്ങനെ ഇരിക്കണേ. മനസ്സിലായി. ഈ ചെറുതല്ലാത്ത അത്യാവശ്യത്തിന് ബാത്റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കും. ഇത് പൊക്കുമ്പോ ഇത് നേരെ ഇതിനെ കാണും. അപ്പൊ അതൊക്കെ പോകും. ഓക്കെ, അപ്പൊ എത്ര പോയിന്റ് ഉണ്ട് മൊത്തത്തില്? കുഴപ്പമില്ല. അല്ല വടി ഇങ്ങ് തന്നോ? അതാണ് 2 3 3.5 4 5 6 7 8 9 10 11 12 13 14 ടോട്ടൽ 14 മാർക്ക്. 13 മാർക്കും കണ്ടല്ലേ ഉള്ളൂ. എത്ര എല്ലാത്തിനും കൂടെ ഉത്തരം 5ആണ്. 14 15 മാർക്ക്. എന്റെ കൗണ്ടിങ് മിസ്റ്റേക്ക് ആയിരിക്കും. 14 15 അല്ല ടോട്ടൽ 15 മാർക്ക്. ചേട്ടനെല്ലാം വേറെ വേറെ കൊടുത്തേ. 1 2 3 4 4.5. ഇത് തെറ്റാന്. മന്ദാരം എല്ലാ വീട്ടിലും ചിലപ്പോ മന്ദാരം. ചേട്ടനെ കൊണ്ട് നന്മപരമായ മന്ദാരത്തിന് പിച്ചകത്തിനൊക്കെ മാർക്കൊന്നും 20 മാർക്കും എല്ലാം കാണും. അങ്ങനെ ചേട്ടൻ മറ്റേ നല്ല മാർക്കൊക്കെ ഇട്ടിരുന്ന ടീച്ചർമാരില്ല. ഇവനാണോ? ഇട്ടെടുത്തേക്കാം. എന്നാ ഞാനും തരാം കേട്ടോ, വിഷമിക്കണ്ട. അപ്പൊ നിനക്ക് കൂടുതൽ മോനെ 17. ഇവൻ 2 ഉത്തരം എക്സ്ട്രാ ശരിയായിട്ട് പറഞ്ഞു. ഉത്രാടവും മറ്റേ അവിടെ 5 മാർക്കും കിട്ടി, മറ്റേ ഉത്രാടം കിട്ടി. അപ്പൊ നമ്മുടെ ഈ കോമ്പറ്റീഷന് ജയിച്ചത് ആരാണ്? എത്ര അടിയാ? ഞാൻ ബോണസ് ഉണ്ടെന്ന് വിചാരിച്ചു. പാവുണ്ട്. ഒരു ഹിഡൻ ഒരു എന്താ പറയാ ഒരു കഴിവുള്ളത് ആർക്കാ? പുറത്ത് നമ്മൾ ആൾക്കും കാണിക്കാത്ത വീട്ടിലെ നിങ്ങൾക്ക് ആണോ? ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ട് ഈ ചേട്ടൻ ഒബ്സർവ് ചെയ്ത കാര്യം പറ. ആൾക്കാരെ മാത്രമല്ല, വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി. എനിക്കൊണ്ട് ഇവനും ഉണ്ട്, എന്നെക്കാളും കൂടുതൽ ഇവന് നല്ല ഒബ്സർവേഷൻ ഉണ്ട്. എന്റെ എന്തേലും പറയടാ. പറ. എന്തോ ഉള്ളത് ബിൽഡപ്പ് ചെയ്ത് അവൻ പൊക്കി പറഞ്ഞ കേട്ടോ, നീ അതുപോലെ തന്നെ പറയണം. ഇവൻ എന്നാന്നേ എന്തോ പറയാനാണ് ഞാൻ. ശിവനൊന്നും ഇല്ലല്ലോ. ഇവൻ ഒരു മിനിറ്റ് നിഷ്കളങ്കനാന്ന് ഞാൻ വേണം പറയാം. ടാലന്റാണോ ഞാൻ സ്റ്റേജിൽ ചെന്ന് ഞാൻ നിഷ്കളങ്കനാ 10 പോയിന്റ്. എന്തുവാണ് നീ പറയുന്നത്? ടാലന്റ് എന്ന് പറയുന്നത് നിനക്ക് എന്തുവാണ് കഴിവുള്ള? നല്ല രീതി അഭിനയിക്കും. ഹിഡൻ ടാലന്റ് അല്ലല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ഹിഡൻ ടാലന്റ് അല്ലേ? വീട്ടില് മിമിക്രി, പാട്ട് പാടുക, വരയ്ക്കും. നീ തെറ്റി പോനെ. വരയ്ക്കും. ഓക്കെ, നല്ല രീതി വരയ്ക്കും. എന്നെക്കാളും അല്ല, ഞാൻ വരയ്ക്കാറില്ല. ഞാൻ വരയ്ക്കുന്നത് നല്ല രീതി നന്നായിട്ട് വരയ്ക്കും. വരയ്ക്കുന്ന ആൾക്ക് നല്ലൊരു മത്സരം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഒന്നുമില്ല, ഒരു മനുഷ്യനെ വരച്ച് കയ്യും കാര്യം. ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എസ്കേപ്പ് ആവാൻ ആർക്കാണ് ഏറ്റവും കഴിവുള്ളത്? വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു എനിക്കുണ്ട്, ഇവനുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. എങ്ങനെയായാലും രക്ഷപ്പെട്ടു ഞാൻ ഇതാക്കി പറയല്ല, എനിക്കറിയാം, പക്ഷെ ഞാൻ പുറത്ത് പറയാറില്ല. അല്ല, ഏറ്റവും വാങ്ങിക്കാറില്ല. ഇവൻ എന്തായാലും പറയുമെന്നറിയാം. ഞാൻ നേരത്തെ മുൻകൂട്ടി ചിന്തിക്കും ഇത് ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. കറക്റ്റ് ഒക്കെ അങ്ങനെ നടക്കുമ്പോ ഞാൻ മനസ്സിൽ ചിന്തിച്ച പോലെ ചെയ്യും. വീട്ടിലാരാ ഏറ്റവും കൂടുതൽ പേടി? അമ്മേനെ. കോപ്പിറൈറ്റ് അടിക്കുക ഒരു അമ്മ തന്നെ പിന്നെ പിന്നെ പറയും പേടി. അപ്പനും ഒരു അമ്മനെയാ പേടി. അങ്ങനത്തെ പേടിയല്ല കേട്ടോ, ഈ ഒന്നും പറയാതെ അയ്യോ അമ്മ അങ്ങനല്ല. വീട്ടില് ഇച്ചിരി ഒച്ച നമ്മളെ കൈകാര്യം ചെയ്യുന്ന അമ്മയാ. അതായത് വീടെന്ന് പറയുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന അമ്മയാ. ആ ടയറ് മൊത്തം ഞാനും ഇവനും അപ്പനും ചേച്ചിമാരും ഒക്കെ. അപ്പൻ സ്റ്റെപ്പിന് കേട്ടോ, 4 ടയറ് ഞാനും ഇവന് 2 ചേച്ചിമാരും. ആവശ്യമുള്ളപ്പോ എടുക്കും. അല്ല, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ധനം ഒഴിക്കുന്നവരാ? ഇന്ധനം ഒഴിക്കുന്ന അമ്മ. അത് കൊണ്ടു നടക്കുന്ന ഫുൾ അമ്മ. ഈ അമ്മ എപ്പോഴെങ്കിലും പ്രശ്നമാകുമ്പോ ഇത് എങ്ങനെ നിങ്ങൾ നേരെയാക്കും? അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വേണം ആ വീട്ടിൽ സംസാരിക്കുക. ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വേണം വീട്ടിൽ സംസാരിക്കുക, എപ്പോഴും വേണം. അപ്പൊ പുറകിലിരിക്കുന്ന സ്റ്റെപ്പിന് വരും. അപ്പൊ പറയും എന്തിനാ വന്ന ഒരാവശ്യമില്ലല്ലോ പൊക്കൊന്നും.
അടാ മോനെ അച്ഛനിത് കാണും കേട്ടോ. കാണുന്നുണ്ട്, ഞാൻ ഉള്ള കാര്യം അത് കണ്ടാലും ഒന്നും പറയില്ല. അതുകൊണ്ട് അച്ഛനറിയാം ഇതിങ്ങനെ തന്നെയാണെന്ന്. അപ്പനൊരു കൂട്ടുകാരനെ പോലെ. അപ്പൻ എന്നാ പറഞ്ഞു ഈ അമ്മ വഴക്കുണ്ടാക്കുമ്പോ ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഓക്കെ ആക്കുന്നത് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ അല്ലെ അപ്പനെ ഇടപെടാറുണ്ടോ മക്കളെ? ഒന്നും പറയുന്നത് അപ്പനോടെ ആദ്യമേ പറയത്തുള്ളൂ. കാര്യം അമ്മയോട് ഡയറക്റ്റ് പറയണമെങ്കിൽ അപ്പം വേണം. ഓ അപ്പൻ വഴി അമ്മയിലെത്തി. അപ്പം വേണോ? ഡയറക്റ്റ് പറഞ്ഞാൽ എന്തുണ്ടാവും? ഡയറക്റ്റ് പറഞ്ഞ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ആ മൂഡ് പോലെ ഇരിക്കും. അമ്മ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാ? ഇപ്പൊ ഈ രാവിലെ എണീക്കില്ല, ഭക്ഷണം കഴിക്കാൻ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ അമ്മയോട് ഉടക്കുന്ന എന്ത് കാര്യത്തിനാ? ഇപ്പൊ ഡ്രസ്സ്, ഇപ്പൊ ഞങ്ങള് ഡ്രസ്സ് അമ്മക്ക് പിന്നെ ഒരേപോലത്തെ ഡ്രസ്സ് എപ്പോഴും ഇടണമെന്നുള്ള ഇത് നിർബന്ധമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ താല്പര്യമില്ല? ഞാൻ പറയില്ല, എനിക്ക് എന്റേതായ ഇഷ്ടം, അവൻ അവന്റേതായ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇത് കാണും. അത് അമ്മയ്ക്ക് പക്ഷെ അങ്ങനെ വേണ്ട, രണ്ടുപേരും ഒരേപോലെ. ഇപ്പൊ അമ്മയ്ക്ക് പ്രശ്നമില്ല. ഫുഡ് കഴിക്കാൻ അതെപ്പോഴും പറയും. ഫുഡ് കഴിക്കാൻ നീയൊക്കെ ഒന്നും കഴിക്കാത്തെന്ന് പറഞ്ഞു. സ്നേഹം കൊണ്ടുള്ള വഴക്ക്. പക്ഷെ എന്നാലും അത് പറയുമ്പോഴേ വയറ് നിറയും. പിന്നെ കഴിക്കാൻ തോന്നും. പിന്നെ പക്ഷെ അതുകൊണ്ടാ ഫുഡ് കഴിക്കാത്ത. ഓ അതുകൊണ്ടാണ് ഇത് അമ്മ കാണും. ഈ പഠിക്കാത്തതിന് നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്തില്ലേ, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാ? ഇത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ അതൊന്നും ശരിയായില്ല? അപ്പനാ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പം പറയണം നിങ്ങൾ അത് ഇങ്ങനെ ചെയ്യാൻ മേലെ, നീ ഞങ്ങളെ ഓരോ രണ്ടുപേരും നിങ്ങള് കറക്ഷൻ. എടാ നീ ഇനി ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പൻ്റെ അടുത്ത് പറയും നീ ഇനി ആ രീതി ചെയ്യണം. അപ്പനെ ട്രോളിയോ വീഡിയോ കഴിഞ്ഞപ്പോ അപ്പനത് പറഞ്ഞായിരുന്നോ? ഇല്ല, അപ്പനൊന്നും ഇതൊക്കെ നോർമലി നേരത്തെ പറയും ഞങ്ങള് കണ്ടന്റ് ഇതാണ്. പക്ഷെ ഈ അപ്പനെയും അമ്മയും ട്രോളുന്നൊരു എപ്പിസോഡ് എനിക്കറിയാം. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവര് വന്നിരിക്കുന്നു, അപ്പോഴവര് കാണുന്നത് ലൈവായിട്ടാ കാണുന്നത്. മറ്റേ അളിയന്റെ അതും അളിയനും എപ്പോഴും ലൈവായിട്ടാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല. പറഞ്ഞ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അളിയന് ഏറ്റവും വലിയ തെറ്റ്, അളിയൻ ആ നാട്ടില് എല്ലാവർക്കും ഇരട്ടപ്പേരിടുന്ന പറഞ്ഞേ എനിക്കറിയത്തില്ല ഇരട്ടപ്പേരിടുന്ന. ഇപ്പൊ എല്ലാരും അളിയൻ വേട്ടാവളി. നിങ്ങള് സ്കിറ്റ് കൂടെ എല്ലാവർക്കും തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായി നിങ്ങളായിട്ട് ഇട്ട് കൊടുത്തു. ഈ അപ്പനെയും ഇല്ലെങ്കിൽ ഈ അളിയനെയൊക്കെ ട്രോളിക്കൊണ്ടുള്ള സ്കിറ്റ് ചെയ്യാന്നുള്ള ഐഡിയ നിങ്ങളുടെ തന്നെയായിരുന്നു, അതോ ഗ്രൂമേഴ്സ് ആയിട്ട് പറഞ്ഞാണോ അങ്ങനെ ചെയ്യാം? ഇപ്പോ അതല്ല, അത് ഞങ്ങളുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞു. അതായത് മിക്ക ആൾക്കാരും ഇങ്ങനെ ഫാമിലി വരുമ്പോ അവരുടെ ബേസ് ചെയ്തിട്ടുള്ള സ്കിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ പിടിക്കണം, ഞങ്ങളായിട്ടുള്ള തന്നെ ചെയ്യേണ്ടതെന്ന് ഹ്യൂമറും പറഞ്ഞു ചെയ്തു. നിങ്ങൾ ഏതെങ്കിലും സ്കിറ്റ് ലൈവായിട്ട് ചെയ്തിട്ട് കയ്യിൽ നിന്ന് ശരിക്കും പാളിപ്പോട്ടോ ഇത് ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നി ഏതെങ്കിലും ഉണ്ടോ? ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്നുമില്ല പറയുന്നു. പാളി പോകുമ്പോ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടൊരു സംഭവം മനസ്സിലാവില്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആരുടെ മുഖം വരിക? ഗ്രൂമറുടെ ആയിരിക്കും. ആരുടെ മുഖമല്ല, പെട്ടെന്ന് കളിച്ച് തീർക്കാൻ തോന്നും. കാര്യം അത്ര നേരം നിന്ന് പുഴുങ്ങുക. നമുക്കറിയാം ഇനി എന്തിനും അവര് ചിരിക്കത്തില്ല എന്നറിയാം. നമ്മുടെ മനസ്സിൽ ഇന്ന കൗണ്ടറിന് ചിരിക്കുമെന്നറിയാം. അതിന് ചിരിച്ചില്ല കോൺഫിഡൻസ് പോകും. പിന്നെ ചിരിക്കത്തില്ല നമുക്കറിയാം. ഇത് എങ്ങനെയും കളിച്ച് തീർക്കണം. പിന്നെ ഭയങ്കര പണിയാണ്. പിന്നെ ഇഷ്ടം പോലെ 2-3 ഒരു കൗണ്ടർ കയറി കൊളത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു എനർജി കിട്ടും. പിന്നെ അവര് അവിടെ നിന്ന് ചിരി കിട്ടി കഴിയുമ്പോഴേ പിന്നെ സെറ്റായി. ശരിക്കും നിങ്ങളൊരു സ്റ്റേജ് കയറുമ്പോൾ ഒന്ന് ചിരിയാണല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചിരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഓണം ഇന്റർവ്യൂ ആയിട്ടാണല്ലോ നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നേ. അപ്പൊ നമ്മൾ ഓണത്തിന്റെ കുറച്ച് ടച്ചൊക്കെ വരുത്തണ്ടേ? അതിനുവേണ്ടി വരയ്ക്കുന്ന ഒരാളുടെ ആ ഒരു കഴിവൊക്കെ തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു അത്തപ്പൂ മത്സരത്തിലേക്ക് പോവാണ്. പൂക്കള മത്സരം. ഓക്കെ, ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാനും കെവിനും ടീം. ചേട്ടൻ വരയ്ക്കോ? കൂട്ടത്തിൽ ഒഴിവാക്കാൻ ശ്രമിച്ചതായിരുന്നു. എനിക്കറിയത്തില്ല. നമ്മള് നിഷ്കളങ്കരും എന്തെങ്കിലും ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഒരു എത്ര മിനിറ്റ് ഇടാം? 3, 4, 5 മിനിറ്റ് വരയ്ക്കാനും ഇടാനും എല്ലാം കൂടെ 5 മിനിറ്റിൽ ഏറ്റവും നന്നായിട്ട് ഇടുന്ന ആര്, അത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഡിസൈൻ ആക്കാം, വേണമെങ്കിൽ ഓണമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ ആക്കാം. പിന്നെയോ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ വേണ്ട. സ്റ്റാർട്ട് ചെയ്യല്ലേ?